രാവിലെ പള്ളിപ്പണിട്ടൊക്കെ എണീച്ചതാണ്. അമ്മയെ വിളിച്ചു, പക്ഷേ എന്താ പറയുക, സമയം കഴിഞ്ഞു പോയി. അത് കാരണം ഇനിയിപ്പോൾ എണീച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഗ്രൗണ്ടിലോട്ട് പോകാൻ പോയാണ്. അപ്പം ബൈക്ക് എടുക്കില്ല. ബൈക്ക് ഞാൻ ഇന്നലെ വർഷത്തിൽ കൊടുത്തായിരുന്നു. സ്കൂൾ ഗ്രൗണ്ട് കാണിച്ചില്ലായിരുന്നു. സ്കൂൾ ഗ്രൗണ്ട് വരയ്ക്കും ഒന്ന് ഓടിപ്പോകാമെന്ന് വെച്ചപ്പോൾ ഇതും ബോഡിയൊക്കെ ഒന്ന് സെറ്റാവുമല്ലോ, ജസ്റ്റ് വാങ്ങായിട്ട് ചെല്ലാൻ ഉള്ള രീതിയിൽ ഓടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയാണ്. അങ്ങനെ ഓടി ഗ്രൗണ്ടിലെത്തിയപ്പോഴത്തേക്കും അത് വന്നപ്പോഴേ മനസ്സിലായി, നമുക്ക് ഗ്രൗണ്ടിലൊരു വ്യൂ കാണാൻ പറ്റുമല്ലോ. അപ്പോഴത്തേക്ക് തന്നെ മനസ്സിലായി ഗ്രൗണ്ടിൽ ആരുമില്ലെന്ന്. അതിന് ആരും വന്നിട്ടില്ല. ഒരാൾക്ക് ആക്ച്വലി ഞാൻ സാധാരണ ഗതി ഇങ്ങനെ വരുന്നതല്ല, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ വരും. കാരണം ഒരുപാട് പേര് കാണത്തില്ല. ചില സമയത്ത് നല്ല ആളായിരിക്കും, ചില സമയത്ത് അങ്ങനെ ആൾ കുറേ. പക്ഷെ എന്നാലും ഇവിടെ മാച്ച് ഉള്ളവരെ വെച്ചിട്ട് അവർ മാച്ച് എപ്പോഴും മുന്നോട്ട് പോകാറുണ്ട്. പക്ഷെ ഇന്ന് കണ്ടേ അപ്പം ഞാനും വേറെ ചേട്ടനോ അത്രേ ഉള്ളൂ, കണ്ടില്ലേ, എല്ലാവരുമില്ല. പക്ഷെ എന്തായാലും നമ്മൾ റെഡിയായിട്ട് ഇറങ്ങി. അത് കാരണം ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. ഗ്രൗണ്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഗ്രൗണ്ടിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളായിട്ട് ചെയ്യുന്ന വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ സംസാരിച്ചൊക്കെ ഇന്നു വീടെത്തി. മറ്റേ അവിടുന്ന് ഒരു ചേട്ടനാണ് എന്നെ കൊണ്ടാക്കിയത്. ലാസ്റ്റ് വന്നൊരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടനാണ് കൊണ്ടാക്കിയത്. ആ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പിച്ച് തന്നെ ജസ്റ്റ് മമ്മിയെന്ന് പറഞ്ഞു ഒരു മാങ്ങ വെച്ചിട്ട് ആ കറക്കിടാനുള്ള രീതിയിൽ. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആൻറ്റി പറഞ്ഞു, എന്തായാലും പിച്ചിയുടെ ഒരു കവർ തരാം, ഞാൻ കുറച്ച് മാങ്ങ പിച്ച് എന്നുള്ള രീതിയിൽ അങ്ങനെ പിച്ചെടുത്തതാണ്. ഇത് കിളിച്ചുണ്ട മാങ്ങയാണെന്ന് തോന്നുന്നു. അപ്പം അത് മടിച്ചെന്ന് പിച്ചാൻ നിന്നപ്പോഴത്തേക്കും നല്ല ഒരു എന്താ പറയുക, കറയുടെയും മാങ്ങയുടെ സ്മെല്ല് അടിച്ചിട്ട് എനിക്ക് ഭയങ്കര നൊസ്റ്റ് ഫീൽ ചെയ്തു. എന്താ പറയുക, ഒന്ന് ഇപ്പം നമ്മളവിടെ കഴിക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒന്ന് ഞാൻ കഴിവെടുത്തപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു പിന്നെ ജ്യൂസ് അടിച്ചോളൂ, പച്ചമാങ്ങ ജ്യൂസ്. അപ്പം പച്ചമാങ്ങ ജ്യൂസ് സൂപ്പറാണ്. ഞാൻ നൈസ് നമ്മുടെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. അപ്പോൾ ആ ഒരു ഫീലും എനിക്ക് കിട്ടി. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആദ്യം മിക്കവാറും ഞാൻ രണ്ടും ചെയ്യും. അനിയത്തിയുടെ വീട്ടിൽ പോയതാണ്. രാവിലെ പറ്റാതെ ക്ഷീണം മാറ്റിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള സംഭവമാണ്. എന്ത് രസമൊക്കെ ഒരു സൈഡിൽ കൊച്ചുള്ളായിരുന്നു, ഒരു വലിയ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്.